30-40,000 രൂപ നിങ്ങൾക്ക് മാസം കൊടുക്കണം നിങ്ങൾ വണ്ടിക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ എത്ര മണിയായി? എനിക്കൊന്ന് രാത്രി ഒരു 7:30 പക്ഷേ സൺസെറ്റ് ഇതുവരെ ആയിട്ടില്ല. നമ്മളിന്നൊരു ജസ്റ്റ് കാഷ്വൽ ചുമ്മാ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അല്ലാതെ വലിയ പരിപാടിയൊന്നുമില്ല. ഇതിവിടെ സ്കൂൾ സോണാണ്, പക്ഷെ ഇന്ന് സ്കൂളൊക്കെ അടച്ചു കാണും. ചുമ്മാ ഒരു ഈവനിങ് റൈഡ് ഇറങ്ങാമെന്ന് വെച്ചു. ഞാൻ ഈ വീക്ക് മൊത്തമായിട്ട് എവിടെയും പോയിട്ടില്ല. നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36-40 ഡിഗ്രിയൊക്കെ ആയിരുന്നു ഇവിടെ. നല്ല ഹീറ്റ് വാണിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം അതുപോലെ ചൂടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ചൂട് താന്നത്. കാനഡയിൽ നമുക്ക് 3 ടൈപ്പ് ക്ലാസ് ലൈസൻസാണ് വരുന്നത്. അത് ഒന്ന് M1, M2 ആൻഡ് M എന്ന് പറയുമ്പോൾ അതൊരു ഫുൾ മോട്ടോർ ബൈക്ക് ലൈസൻസ് ആണ്. അതുപോലെ അത് നമ്മുടെ കാറിനാണെങ്കിൽ അത് G1, G2 ആൻഡ് G. ഞാനിപ്പോൾ കാറിനാണെങ്കിൽ നമുക്ക് G ക്ലാസ് ആണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ ബൈക്കിനാണെങ്കിൽ M2 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോയി M ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കേട്ടു, ബട്ട് എനിക്കതിലൊരു കറക്റ്റ് ഐഡിയ ഇല്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ പറ്റില്ല. നമുക്ക് M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലേണേഴ്സ് പോലത്തെ പരിപാടിയാണ്. അപ്പോൾ ഒരു 60 ക്വസ്റ്റ്യൻസ് കാണും. 60 ക്വസ്റ്റ്യൻസ് അതിൽ 3 പാർട്ടായിട്ടാണ്. അപ്പോൾ 3 പാർട്ടിൽ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് 4 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് തെറ്റിക്കാൻ പറ്റത്തുള്ളൂ ഓരോ പാർട്ടിൽ, 4-3 അങ്ങനെയൊക്കെ. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് M1 കിട്ടും. M1 കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബൈക്ക് വേണമെങ്കിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യാം. 90 ദിവസത്തെ വാലിഡിറ്റിയേ ഉള്ളൂ അതിന്. ചുമ്മാ ഒരു ചെറിയ പറപ്പിക്കൽ. നല്ല വിൻ ബ്ലാസ്റ്റ് കിട്ടി കാണും, എനിക്കറിയത്തില്ല കറക്റ്റ്. അപ്പോൾ നിങ്ങൾ കുറേ പേര് വൈഡ് വ്യൂ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചുകൂടെ വൈഡ് കുറച്ചേക്കാണ്. സാധാ വൈഡാണ് ഇട്ടേക്കുന്നത്. മറ്റേത് കുറച്ചുകൂടെ വൈഡായിരുന്നു. ഇപ്പോൾ ഈ വ്യൂ ആണോ നിങ്ങൾക്ക് ഇഷ്ടം എങ്കിൽ ഇത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ പഴയ ഇതിനകത്ത് ഇപ്പോൾ 13 ആണെങ്കിൽ കുറച്ചുകൂടെ വൈഡായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ആ വ്യൂ ഇട്ടത്. ഒടുക്കത്തെ കാറ്റാണ് കേട്ടോ. വളരെ സ്മൂത്താണ് കേട്ടോ. ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ സ്മൂത്താണ്. M1 അടുത്ത് തന്നെ നമുക്ക് M2 ചെയ്യാനായിട്ട് നമുക്ക് M2 ലൈസൻസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ 60 ദിവസം വെയിറ്റ് ചെയ്യണം. ആ 60 ദിവസത്തിൻ്റെ സമയത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് M2 എടുക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ എവിടെയെങ്കിലും നമുക്ക് പോയി M2 എടുക്കാം. കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഡ്രൈവ് സേഫ്, റൈഡ് സേഫ്, ലേണിംഗ് കർവ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് നമ്മുടെ ഒണ്ടാരിയോയിൽ. അതിലേതെങ്കിലുമൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അവർക്ക് ഡേറ്റ്സ് കാണും. ആ ഡേറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഒരു $400-500 യൂഷ്വലി വരുന്നത്. 600 വരുന്നതുകൊണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവർ നമുക്ക് ബൈക്കും കാര്യമൊക്കെ തരും. നമ്മൾ ഗിയേഴ്സ് എല്ലാം നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ അവിടെ ഒരു 2 ദിവസം 3 ദിവസം ട്രെയിനിങ് കാണും. അതിലേകദേശം 16 മണിക്കൂർ ബൈക്ക് ഓടിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻ ക്ലാസ് നമുക്കെല്ലാം പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സിൻ്റെ അവസാനം നമുക്കൊരു ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ടെസ്റ്റ് പാസ്സായി. അവരപ്പോൾ ഒരു പേപ്പർ തരും. അത് കഴിഞ്ഞ് നമുക്ക് ബൈക്ക് ഓടിക്കാം. പക്ഷേ ഇപ്പോൾ ഇതുപോലത്തെ 80 കിലോമീറ്റർ ഹൈവേസിൽ ഓടിക്കാം. പക്ഷേ അതേസമയം ഇപ്പോൾ 401 പോലത്തെ 100 കിലോമീറ്റേഴ്സ് അങ്ങനത്തെ ഹൈവേസിൽ ഓടിക്കാൻ പറ്റില്ല. അതാണ് വേറൊരു പണി. ഓ, നല്ല കാറ്റുണ്ട് കേട്ടോ. പക്ഷേ തണുപ്പെന്ന് പറയാനൊന്നുമില്ല, കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. ഇതിൻ്റെ ഈ ഇൻലൈൻ 3 സിലിണ്ടറിൻ്റെ ഇറ്റ്സ് ലൈക്ക് വെരി സ്മൂത്താണ് കേട്ടോ. നമുക്ക് 4 സിലിണ്ടർ അറിയാം, അത്രയും ബട്ടർ സ്മൂത്താണ് 4 സിലിണ്ടർ. ഇപ്പോൾ Z900 ഞാൻ ഉപയോഗിച്ച കവാസാക്കി ഫയർ ബ്ലേഡൊക്കെ ഭയങ്കര ബട്ടർ സ്മൂത്താണ് അതിൻ്റെ ഒരു വേ ഓഫ് പെർഫോമിങ്. പക്ഷേ ഇതും അതുപോലെ തന്നെ ഭയങ്കര എന്താ, ഇപ്പോൾ 5th ഗിയറിലാണെങ്കിൽ ഡൗൺ ഒന്നും ചെയ്യണ്ട. എനിക്ക് ആക്സിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പോകും. അപ്പോൾ ഇതാണ് മെയിൻ പരിപാടി. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്തിപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡൂ ദാറ്റ്. ഇപ്പോൾ ഒരു വണ്ടിയെപ്പറ്റി വണ്ടിയെപ്പറ്റി അതുപോലെ തന്നെ നമ്മുടെ ഈ റൈഡ് ബൈക്കിൻ്റെ ലൈസൻസിങ്ങിനെ പറ്റിയൊക്കെ വേണമെങ്കിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണേൽ ചെയ്യാം. പക്ഷേ
അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഐ മീൻ ഇത്രേ ഉള്ളൂ മെയിനായിട്ട്. നിങ്ങൾ M1 എടുക്കുക, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുക, M2 ചെയ്യുക, അല്ലെങ്കിൽ 60 ദിവസം വെയിറ്റ് എന്നിട്ട് M2 ചെയ്തിട്ട് 60 ദിവസം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പോയി ലൈസൻസ് അപ്ഗ്രേഡ് ചെയ്യും. M2 കിട്ടി. ഇനി M എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് 1.5 വർഷം, ഏകദേശം 16 മാസമോ എങ്ങാണ്ടുണ്ട്. അപ്പോൾ അത്രയും ടൈം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് M എടുക്കാൻ പറ്റും. M2 മതി. നമുക്ക് യൂഷ്വലി ഉള്ള എല്ലാ റൈഡിങ്ങും എല്ലാ ഹൈവേസും എവിടെ വേണമെങ്കിലും നൈറ്റും ഒക്കെ ഓടിക്കാം. M1 ഉള്ളപ്പോൾ നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. പക്ഷേ M2 ആണെങ്കിൽ നമുക്ക് എല്ലാം യൂസ് ചെയ്യാം സാധാ പോലെ തന്നെ. ഇപ്പോൾ G2 അതുപോലെ തന്നെയാണ്. G2 നമുക്ക് സാധാ പോലെ എല്ലാം യൂസ് ചെയ്യാം. കാർ ഓൺ ചെയ്യുന്നവർക്ക് അറിയാം ഇവിടുത്തെ എന്തോ ഒരു സ്കാം, ഒരു വലിയ കൊള്ളയാണെന്ന് നമുക്ക് അറിയാം. ആൾക്കാർക്ക് കാറുള്ളവർക്ക് എന്തായാലും മനസ്സിലാവും. ഇൻഷുറൻസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൊള്ള. അത് കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ. ബൈക്ക് അതിൽ സ്പെസിഫിക് മോഡൽസ് ഉണ്ട്. അതിനനുസരിച്ചൊക്കെയാണ് അതിനകത്ത് ഇൻഷുറൻസ് കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് എൻ്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇതിന് ഇൻഷുറൻസ് കുറയാൻ കാരണം ഇതൊരു നേക്കഡാണ്. അതുപോലെ ഇതൊരു സ്പോർട്സ് കാറ്റഗറി പെടുന്നില്ല ഇവരുടെ ഇതിന് ഇവർ കൺസിഡർ ചെയ്യുന്നത് ഒരു പവർഫുൾ വണ്ടിയായിട്ടല്ലെന്ന് തോന്നുന്നു. മേ ബി അങ്ങനെ ഒരുപാട് റീസൺസ് കാണാം അവരുടെ. എന്തായാലും ഞാൻ നോക്കിയ വണ്ടികൾ 600cc ഇത് മാത്രമേ ഉള്ളായിരുന്നു എനിക്കൊരു ബഡ്ജറ്റ് 100 താഴെ കിട്ടിയത്. ബാക്കി എല്ലാം 100, 200, 300, 400, 500 പോയി. ഞാൻ CBR 250 നോക്കി, CBR 650 നോക്കി, ഒക്കെ കൂടുതലായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് കാനഡയിൽ നമുക്ക് ബെസ്റ്റ് ഇത്രയും വിൻഡും കാര്യമൊക്കെ വരുന്നതുകൊണ്ട് ബെസ്റ്റ് എപ്പോഴും ഒരു സ്പോർട്സ് ടൂറാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്പോർട്സ് ടൂർ ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. It was at this moment he knew. He fucked up. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ഓ മൈ ഗോഡ്, ഞാൻ കണ്ടില്ല കേട്ടോ അതൊരു കോർവെറ്റേക്കുന്നത്. അറിഞ്ഞില്ല പുള്ളി റേസിന് വരും അത്. സോ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ലേ ഡെഫിനറ്റ്ലിക്കോ. നമ്മുടെ ഫയർ ബ്ലേഡ് എന്താകട്ടെ അടിച്ചണ്ണാക്കി കൊടുത്തേനെ. എൻ്റെ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തില്ല, കാരണം ഓൾറെഡി അവിടെ റോഡ് തീരുമായിരുന്നു. സോ എന്തായാലും ആൾക്ക് കയറി പോകണം, അല്ലെങ്കിൽ അവിടെ റോഡ് അവസാനിക്കുകയാണ്. സോ ഞാനത് ഒരുവിധം നമുക്ക് ഇനിഷ്യൽ എപ്പോഴും അറിയാലോ ബൈക്കിന് എപ്പോഴും കയറി പോകാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു മൂഡിലല്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല പുള്ളി അവിടെ ഉണ്ടെന്ന്. ഓ മൈ ഗോഡ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അക്രമങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹൈവേസിലൊക്കെ കയറുമ്പോൾ കിട്ടും കേട്ടോ. നല്ല വലിയ വലിയ വണ്ടികളാണ് റേസിന് വരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ S5 എടുത്ത് ഇറങ്ങുമ്പോൾ പോലും നമുക്ക് അമ്മാതിരി എനിക്ക് ഒരു തവണ ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണ്. S5 എടുത്തുകൊണ്ട് ഇറങ്ങിയ സമയത്ത് രാത്രി നമ്മൾ വണ്ടി കിട്ടിയ ഒരു ആവശ്യത്തെ കിടക്കുവാണ്. അപ്പോൾ 401 കൂടെ പോകുന്ന സമയത്ത് ഞാനൊരു 160, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടീനെയും അങ്ങനെ ഓവർടേക്ക് ആ ഒരു രീതിയല്ല. ഞാനിങ്ങനെ നല്ല ഫ്രീ ആയിരുന്നു. 1 മണിയായി, രാത്രി 1 മണിയായി. എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ കേംബ്രിഡ്ജ് പോവാം. അപ്പോൾ ടൊറൻറ്റോയിൽ നിന്ന് കേംബ്രിഡ്ജ് പോകുന്ന സമയത്ത് ഞാൻ നല്ല രീതി ഭയങ്കര ഫ്രീ ആയിരുന്നു. നല്ല നൈറ്റ്. അപ്പോൾ വെട്ടമൊന്നുമില്ല. നിങ്ങൾക്ക് 401 അറിയാം, ആ ഏരിയയിലോട്ട് പോകുന്നിടത്ത് കുറേ അടുത്ത് വെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്താ ഷിഫ്റ്റ് ചെയ്യാൻ മറന്നു, എന്തോ എനിക്ക് പറ്റി. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ വെച്ച സാധാ ഏതോ വണ്ടിയാണ്. ഞാൻ ഒരിക്കലും അതൊരു കോർവെറ്റാണെന്ന് വിചാരിച്ചില്ല. ഷീറ്റ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ S5 അങ്ങോട്ട് പോവുക. അപ്പോൾ പോയ സമയത്ത് അറിയാമല്ലോ നമ്മുടെ വണ്ടി അത്യാവശ്യം ഫാസ്റ്റാണ്. ഞാനൊരു 170-ലൊക്കെയാണ് പാസ് ചെയ്ത് പോകുന്നത്. 170-ലൊക്കെ പോയി പാസ് ചെയ്ത് ഒരുവിധ വണ്ടികളൊക്കെ പാസ് ചെയ്തിട്ട് ചെയ്തോ ഇങ്ങോട്ട് പോയി നോക്കാം. ഓഹോ, എനിക്ക് വഴിയൊന്നും അറിയത്തില്ല, ചുമ്മാ ഓ മൈ ഗോഡ്. അപ്പോൾ അങ്ങനെ പാസ് ചെയ്ത സമയത്ത് ഒരു M4 കോമ്പറ്റീഷൻ. അവനാണെങ്കിൽ പതുക്കെ കാട് പോവാം. അവരെ ഓവർടേക്ക് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ ഒരു 170 പോകല്ലേ, ഈ സാധനം പുറകിന് വന്ന് എൻ്റെ പുറകിന് വന്നിട്ട് മറ്റേ ബ്രൈറ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കും. മാർക്ക് മറ്റേ റേസ് എടുക്കാൻ വേണ്ടി എൻ്റെ സൈഡിലൊക്കെ വന്ന് ഇങ്ങനെ നിന്ന്. ഞാനാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇതിലങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് പഠിച്ചില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓവർടേക്ക് ചെയ്തിട്ട് പിന്നെ സ്ലോ ഡൗൺ ചെയ്ത് ഞാൻ പിന്നെ അവനെ ഓവർടേക്ക് ചെയ്ത് അങ്ങ് പോയി. അപ്പം നമുക്ക് ഇവിടെ
ഇവിടെ രാത്രി നടക്കുന്ന അക്രമം മോൻ വേറെ ലെവലിലെ സീനാണ് കേട്ടോ. ഈ 4 റൗണ്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നത് അമ്മാതിരി വിഷയം കാർ സീൻസും പരിപാടിയൊക്കെയാണ്. ഏതാ റോഡ്, ചുമ്മാ ഒരു വഴി അങ്ങ് എടുത്തേ കേട്ടോ. നമ്മൾ എന്നേലും എടുക്കും കേട്ടോ ഗൈസ് കോർവെറ്റ്. നമ്മുടെ ഒരു ഡ്രീം വണ്ടി തന്നെയാണ് കോർവെറ്റ്. കാരണം എനിക്ക് വേറെ ഡ്രീംസ് ഉണ്ട് കേട്ടോ. ഡ്രീംസിന് വലിയ പ്രശ്നമൊന്നുമില്ല, ഒരുപാട് ഡ്രീംസ് ഉണ്ട്. പക്ഷെ പ്രശ്നം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു വണ്ടിയാണ് കോർവെറ്റ്. നമുക്ക് ഇത്രയും പുതിയ കോർവെറ്റ് ഒന്നുമല്ല, പക്ഷെ ഏകദേശം നമുക്കൊരു പഴയ സ്റ്റിംഗ്രയോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുക്കാം എന്തെങ്കിലും. നമ്മൾ ഡ്രീം ചെയ്യാതെ പിന്നെ കാര്യമൊന്നുമില്ല. അങ്ങനെ ഇവിടുത്തെ റേസിങ്ങും പരിപാടിയൊക്കെ വേറെ ലെവലാണ് കേട്ടോ. അപ്പം രാത്രിയൊക്കെ ഞാൻ പണ്ട് പഴയ വണ്ടി പോകുമ്പോൾ ഞാൻ എപ്പോഴും രാത്രി റൈഡാണ്. ആ സമയത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ വണ്ടികൾ ഫൂ എന്നൊക്കെ ചീറി പാഞ്ഞു പോകുന്നത് കാണാം. പക്ഷെ ഇത് ഇപ്പം ബൈക്ക് എടുത്തിട്ട് ഇത് ആദ്യമായിട്ടോ കേട്ടോ എൻ്റെ കൂടെ ഒരാൾ റേസിന് വരുന്നത് ബൈക്കിൽ. പോലീസ് എങ്ങാനും ഉണ്ടായിരുന്നേ തീർന്നേനെ കേട്ടോ. വണ്ടി വീഴത്തില്ലല്ലോ. നമ്മൾ 18-19 കിലോമീറ്ററോളം വന്ന്. ആഹാ പൊന്ന് ഗായ്സ്, റോഡ് കണ്ടില്ലേ, വിജനമായ റോഡ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ പിടിച്ചാലോ? പിടിക്കാം. ലെറ്റ്സ് ഗോ. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പിടിച്ചിട്ട് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അക്രമം ആ ഒരു അഡ്രാലിൻ വശം. വീണ്ടും സ്ട്രെയിറ്റ് ലൈൻ ഗൈസ്, എനിക്ക് വയ്യ. വല്ലപ്പോഴുള്ള നമ്മുടെ എൻജോയ്മെന്റ് ആണ്. അപ്പോൾ അവന്മാർക്ക് അതൊന്നും വലിയ വിഷയമില്ല. ഇമാരിങ്ങനെ ഇടിച്ച് വണ്ടിയൊക്കെ എവിടെയെങ്കിലൊക്കെ പോയി തട്ടിയാലും അതൊക്കെ കവർ ചെയ്യാനുള്ള ആസ്തിയും ഇതും കാണും. നമുക്കതൊന്നുമില്ല. നമ്മൾ മാക്സിമം പിന്നെ നമ്മുടെ നാട്ടിൽ പോലെ ഇവിടെ ആൾക്കാർ ചാടും എടുക്കും അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട കേട്ടോ. സ്ഥലം നോക്ക്, സീൻ. നമ്മൾ ഈ വഴി എപ്പോഴും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ തവണ ഈ വഴിയാണോ? അല്ലല്ലോ, നമ്മൾ വേറെ വഴിയൊക്കെ വന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ബൈക്ക് ഓടിച്ചതിൽ ഇതായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ലതായിട്ട് പുഷ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു തവണ ഫസ്റ്റ് ക്യാമറ ഇല്ലാതെ എനിക്കൊരു 150 പുഷ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഒരു 163, എനിക്ക് കറക്റ്റ് എടുത്തത് 167 തോന്നുന്നു. മാഡ് സീൻ. നെഞ്ചകമേ ബൈക്കിന് എത്രയാണ് ഇൻഷുറൻസ് എന്ന് ഞാൻ അടയ്ക്കുന്ന ഏകദേശം $87 കേട്ടോ മാസം. അത് കുറവാണ് കേട്ടോ. ഇങ്ങനത്തെ ഇത്ര CC ഒരു പവറുള്ള ഒരു നേക്കഡ് വണ്ടിക്ക് അത് കുറവാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന TD ആണ്. ബിക്കോസ് എൻ്റെ കാറ് അങ്ങനെ അതെല്ലാം നമുക്ക് TDയിൽ ക്ലബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കുറവ് കിട്ടും. അപ്പം അങ്ങനെ ക്ലബ് ചെയ്താണ് എടുത്തേക്കുന്നത്. മേ ബി അതുകൊണ്ടും കൂടെ ആയിരിക്കും എനിക്ക് കുറച്ച് കുറഞ്ഞ് കിട്ടിയത്. ചിലപ്പോൾ നിങ്ങളല്ല പുതിയതായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വരും. ബട്ട് ഐ വുഡ് പ്രിഫർ നിങ്ങൾ നാട്ടിൽ അങ്ങനെ ഒരുപാട് സൂപ്പർ ബൈക്സോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഓടിച്ച് അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഏത് വണ്ടിയിലും തുടങ്ങാം. അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. എന്നുവെച്ചാൽ റിസ്ക് അധികമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ആർക്കും ഓടിക്കാൻ പറ്റത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. റിസ്ക് അധികമാണ്. നമ്മൾ ആ ഒരു വണ്ടിയുടെ പവറിനോട് യൂസ്ഡ് ആവാതെ നമ്മൾ ചുമ്മാ കയറി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തളപ്പിൻ്റെ പേരിൽ നമ്മൾ ഒരുപാടത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീലായി പോകും. അല്ലെങ്കിൽ കൺട്രോൾഡായിട്ട് ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കർവ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു ആ ഒരു സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യില്ലെങ്കിൽ അവിടെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും നിങ്ങളൊരു 150, 250 അല്ലെങ്കിൽ 300 cc 300 തുടങ്ങുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇവിടെ നമുക്ക് R3s ഉണ്ട്. നമുക്ക് ഒരുവിധം നാട്ടിൽ എല്ലാവർക്കും ബൈക്ക് ഓടിക്കാറില്ല. അപ്പോൾ R3s ഉണ്ട്, RC 390 ഉണ്ട്. നമ്മൾ പറയുന്ന പോലെ നാട്ടിൽ 390 തുടങ്ങില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ നമുക്ക് അത്യാവശ്യം അത്രയെങ്കിലും വേണം. കാരണം നമ്മുടെ സ്പീഡിന് നമ്മൾ പിടിച്ചിരിക്കണം. കാരണം ഹൈവേസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പോകുന്ന സമയത്ത്. എന്നിട്ട് പിന്നെ ഗ്രാജുവലി R6 അല്ലെങ്കിൽ നേക്കഡ്സ് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ സ്ട്രീറ്റ് ട്രിപ്പിൾസ് Z900 ഇങ്ങനെ പോവാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ R6 ഒക്കെ യൂസ് ശരിക്കും ഒരു 300, 600 പിന്നെ ഒരു 1000 cc പോകുന്നതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ നമ്മളിവിടെ നോക്കേണ്ടത് നമ്മളെപ്പോലെ നമ്മൾ പൈസ ഇല്ലാത്തിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് സ്പോർട്സ് ബൈക്കിലോട്ട് ആദ്യം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഷുറൻസ്
എങ്ങനെ പോയാലും 500-600 പോകുന്നത്. ഏകദേശം 30,000-40,000 രൂപ നിങ്ങൾക്ക് മാസം കൊടുക്കണം നിങ്ങൾ വണ്ടിക്ക്. ഐ മീൻ ആ വണ്ടിക്ക് മൊത്തത്തിൽ ഏകദേശം ഒരു ലിറ്റർ ക്ലാസ് വണ്ടിക്ക് ഇവിടെ $8,000 കിട്ടും പഴയതൊക്കെ. പക്ഷേ നിങ്ങളുടെ ഇൻഷുറൻസ് ഇത്രയും കൂടും. അതുകൊണ്ട് നമ്മുടെ ഇൻഷുറൻസും കൂടെ കണക്കിലെടുത്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയി കുറച്ചാൾ നമ്മൾ ഓടിച്ച് ഇവിടെ ഇതാകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് എമ്മും കൂടെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഷുറൻസ് കുറയും. നമ്മുടെ നാട്ടിലൊരു റൈഡിങ് പരിപാടിയേ അല്ല ഇവിടെ. എന്ന് വെച്ചാൽ നാട്ടിൽ നമുക്കറിയാം നമ്മൾ എത്ര വണ്ടിയാണ് കാണുന്നത് ഒരു ടൈമിൽ, എത്ര ബൈക്സോളം കാണും ഒരേ ടൈമിൽ. പക്ഷേ ഇവിടെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഇവിടെ ആൾക്കാർക്ക് ഇതൊരു ജസ്റ്റ് ഒരു വിനോദം മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് ഇവർ യാത്ര ചെയ്ത് കമ്മ്യൂട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഡെയിലി വർക്കിന് വന്ന് അതും പോകാൻ പറ്റുന്ന ഒരു 3-4 മാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവർ ഇതിനു വേണ്ടി കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ ആരും അങ്ങനെ ബൈക്ക് ഇങ്ങനത്തെ സ്പോർട്സ് വണ്ടി ഓടിക്കുന്ന കുറവായിരിക്കും. കൂടുതൽ പേരും മറ്റേ ക്രൂസേഴ്സിലോട്ട് മാറും. കാരണം അത് വെച്ച് കുറേ ലോങ് ഡിസ്റ്റൻസ് പോകുന്നവരുണ്ട് കേട്ടോ ഈ ടൈമിൽ, സമ്മർ ടൈമിലൊക്കെ. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതേതാ പഴയൊരു വീഡിയോ, പുതിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്.